ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജസ്നാസ് കിച്ചൻ. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഞാനിന്ന് ചെയ്യാൻ പോകുന്നത് നമുക്ക് ഗോതമ്പ് നുറുക്ക് വെച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ്. വളരെ പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റുന്നതാണ്. അതുമാത്രമല്ല നല്ല ഹെൽത്തിയുമാണ്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയുമാണ് കേട്ടോ. നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാനുള്ള വഴിയാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ഇതിന് മുൻപേ ഞാൻ ഇതുപോലെ ഒരു റെസിപ്പി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അന്ന് ചിക്കനൊക്കെ മുഴുവനായിട്ട് ഇട്ടിട്ടായിരുന്നു, പീസായിട്ട് ഇട്ടിട്ടായിരുന്നു ചെയ്തത്. അപ്പോൾ ഇത് വേറൊരു അതിലും കൂടെ കുറച്ചുകൂടെ ഈസി ആയിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കും വളരെ പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ബെല്ലൈക്കൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ബ്രോക്കൺ വീറ്റാണ് എടുത്തത്, ക്രഷ്ഡ് വീറ്റ്. അപ്പോൾ ജിറീഷ് എന്നാണ് ഇതിന് പറയുന്നത്. അപ്പോൾ ഇതുപോലെ ഗോതമ്പ് നുറുക്കായിട്ടാണ് കിട്ടുന്നത്. ഇനിയിപ്പോൾ നിങ്ങളുടെ അടുത്ത് മുഴുവനാണ് ഗോതമ്പ് ഉള്ളതെന്നുണ്ടെങ്കിൽ അതൊന്ന് മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. അതിനുശേഷം നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ ഇവിടെ ഞാനിപ്പോൾ ഗോതമ്പിൻ്റെ നുറുക്ക് എടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണെന്ന് വെച്ചാൽ അതിൻ്റെ അളവായിട്ട് എടുത്തോളാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ഒരു 4 കപ്പ് അളവിലെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുക. അതിനുശേഷം ഞാൻ കുറച്ച് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് കുറേ നേരം നിങ്ങൾ കുതിർത്ത് വെക്കുകയാണെങ്കിൽ നമുക്കിത് പെട്ടെന്ന് തന്നെ കുക്ക് ചെയ്ത് എടുക്കാം, അല്ലെങ്കിൽ നമ്മളൊരു കുക്കറിലിട്ട് വേവിക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ കുക്കറിലിട്ടിട്ടാണ് വേവിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട്. എപ്പോഴും ഗോതമ്പിനേക്കാളും ഇരട്ടി വെള്ളം വെച്ച് കൊടുക്കുക. അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി, പട്ട, ഗ്രാമ്പ്, ഏലക്കായ, ആവശ്യത്തിനുള്ള ഉപ്പ് അതെല്ലാം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അതൊന്ന് കുക്കറിൽ കുക്ക് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഒരു 4 വിസിൽ വരുന്ന വരെ വേവിച്ചെടുക്കാം. അപ്പോഴേക്കും നമുക്ക് ഇതിനുള്ള ഒരു മസാല റെഡിയാക്കി എടുക്കണം. മസാല എന്ന് വെച്ചാൽ ഒരുപാട് മസാല ഒന്നും ഇടുന്നില്ല, പക്ഷേ ഇതിനുള്ളൊരു ചിക്കനൊക്കെ ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഒരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാനൊരു മീഡിയം സൈസ് സവാള കട്ട് ചെയ്ത് ഒന്ന് വഴറ്റാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഞാനിവിടെ ഉപയോഗിക്കുന്നത് ഒലിവ് ഓയിലാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഒലിവ് ഓയിൽ കിട്ടുകയാണെങ്കിൽ ഒലിവ് ഓയിൽ തന്നെ ഉപയോഗിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ സാധാരണ ഓയിൽ ഉപയോഗിച്ചാലും മതി. ഇതിലേക്ക് ഉള്ളിയൊന്ന് നന്നായിട്ട് ബ്രൗൺ ആയി വരുമ്പോൾ നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. ഇഞ്ചി കുറച്ച് മാത്രം ചേർത്താൽ മതി കേട്ടോ, കൂടുതൽ വെളുത്തുള്ളി ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ചിക്കനാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ചിക്കന് ബ്രസ്റ്റ് വേണമെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കാം കേട്ടോ, ചെറുതായി മുറിച്ചിട്ട്. ഞാനിപ്പോൾ ഇവിടെ ഒരു ചിക്കൻ 4ആയി മുറിച്ചിട്ട് അങ്ങനെ മുഴുവനായിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം ലാസ്റ്റ് നമുക്കിതൊന്ന് ഉടച്ചെടുക്കാം. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ചേർക്കുന്നത്. പിന്നെ അത് മാത്രമല്ല, നമ്മൾ എല്ലോട് കൂടിയുള്ള ചിക്കൻ ചേർക്കുമ്പോൾ കൂടുതൽ ടേസ്റ്റാണ് നമ്മൾ ചിക്കൻ ബ്രസ്റ്റ് മാത്രം ചേർക്കുന്നതിനേക്കാളും. അപ്പോൾ ഇതും ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഈ ചിക്കനിലേക്ക് ഈ സവാളയുടെയും വെളുത്തുള്ളിയുടെ ഇഞ്ചിയുടെയൊക്കെ സ്മെല്ലും ടേസ്റ്റും ഒക്കെ നന്നായിട്ടൊന്ന് പിടിക്കട്ടെ. ഇനി നമുക്കിതിലേക്കുള്ള മസാലകൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനൊരു 4 മാഗിയുടെ ക്യൂബ് എടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂൺ നല്ല ജീരകത്തിൻ്റെ പൊടി, 1 ടീസ്പൂൺ ഗരം മസാലയുടെ പൊടിയും കൂടാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ സംശയം ഉണ്ടെങ്കിൽ ഞാനിതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കറക്റ്റായിട്ട് കൊടുക്കാം അളവ്. അപ്പോൾ ഇതും കൂടെ ഇട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. ചിക്കനിലോട്ട് ഈ മസാലയും എല്ലാം നന്നായിട്ടൊന്ന് പിടിക്കട്ടെ. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ടൊമാറ്റോ പേസ്റ്റ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ സൈഡിൽ കുറച്ച് ഒലിവ് ഓയിലും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് അതിലോട്ട് ടൊമാറ്റോ പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ ഫസ്റ്റ് തന്നെ മസാല ചേർക്കുന്ന സമയത്ത് ചിക്കൻ ചേർക്കുന്ന മുൻപായിട്ട് ടൊമാറ്റോ പേസ്റ്റ് ചേർക്കാം കേട്ടോ. ടൊമാറ്റോ പേസ്റ്റ് ചേർക്കുമ്പോൾ കുറച്ച് എണ്ണയിൽ വഴറ്റുമ്പോഴാണ് അത് ടേസ്റ്റ് വരുന്നത്. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുത്ത ശേഷം ഞാൻ ചിക്കന് കുക്കാവാനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ചിക്കൻ മുങ്ങി വരാൻ പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത് ഇനിയൊന്ന് നമുക്ക് അടച്ച് വെച്ച് കുക്ക് ചെയ്യണം. അപ്പോൾ അതിന് മുൻപ് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഉപ്പ് നോക്കിയ ശേഷം മാത്രം ചേർത്ത് കൊടുക്കുക കേട്ടോ. കാരണം നമ്മൾ മാഗിയുടെ ക്യൂബ് ഇട്ടതുകൊണ്ട് അതിൽ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പുണ്ടാവും. അപ്പോൾ ആവശ്യമാണെങ്കിൽ മാത്രം കുറച്ച് ലാസ്റ്റിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പോൾ ചിക്കനൊന്ന് അടച്ച് വെച്ച് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. ഒരു പകുതി വേവാകുമ്പോൾ ഞാനിതിലേക്ക് 2 ബ്ലാക്ക് ലെമണും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ ബ്ലാക്ക് ലെമൺ ഇല്ലയെന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ് ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട് ചിക്കന്. അപ്പോൾ ഇനി ഈ ഒരു സമയത്തേക്ക് നമ്മൾ നേരത്തെ വേവിക്കാൻ വേണ്ടി വെച്ച ഗോതമ്പ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു 4 വിസിൽ വരുന്ന വരെയാണ് ഞാൻ കുക്ക് ചെയ്തെടുത്തത്. അപ്പോൾ നല്ല വേവായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ സോസിലേക്ക് ഒഴിച്ച് ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം.
നിങ്ങളുടെ കയ്യിൽ ഇനി ടൊമാറ്റോ പേസ്റ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തക്കാളി നന്നായിട്ട് മിക്സിയിൽ അരച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഈ മുളക് പൊടി ചേർക്കുമ്പോൾ കുറച്ച് എരിവിന് വേണ്ടിയാണ് ഞാനത് ചേർത്തത്. സാധാരണ അറബിക് ഡിഷ് ആകുമ്പോൾ അതിൽ മുളക് പൊടിയൊന്നും ചേർക്കാറില്ല. പക്ഷെ നമ്മൾ മലയാളികൾക്ക് കഴിക്കുമ്പോൾ കുറച്ച് എരിവൊക്കെ ഉണ്ടായാലും നമുക്ക് നല്ലൊരു കഴിക്കാനുള്ളൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചേർത്ത് കൊടുത്തതാണ്. അപ്പോൾ ഇതിൽ നിന്ന് ഈ ചിക്കൻ്റെ പീസുകളൊക്കെ നമുക്ക് മാറ്റിയെടുക്കാം. അപ്പോൾ ഇനി ഗോതമ്പൊന്ന് ഈ സോസിൽ കിടന്ന് നന്നായിട്ടൊന്ന് ചെറിയ തീയിലിട്ട് കുക്ക് ചെയ്തെടുക്കുക. കാരണം പെട്ടെന്ന് തന്നെ അടിക്ക് പിടിക്കും. അപ്പോൾ അടി കട്ടിയുള്ള ഒരു പാത്രത്തിൽ തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ. നിങ്ങൾ അതുപോലെ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ. ഒരു നോൺ സ്റ്റിക്കിലോ അല്ലെങ്കിൽ അടി കട്ടിയുള്ള ഒരു പാത്രത്തിലോ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതൊന്ന് ചെറിയ തീയിൽ വെച്ച് തന്നെ കുക്ക് ചെയ്തെടുക്കുക കേട്ടോ. പിന്നെ ഇത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അടിക്ക് പിടിക്കും ഗോതമ്പായതുകൊണ്ട്. അപ്പോൾ ഇതിലേക്ക് ഞാനൊരു 3 ടേബിൾ സ്പൂൺ അളവിൽ ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഒലിവ് ഓയിൽ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. അല്ലെങ്കിൽ സാധാരണ ഓയിലാണെങ്കിൽ 1 ടേബിൾ സ്പൂൺ മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ, കൂടുതൽ ഒഴിക്കേണ്ട. ഒലിവ് ഓയിൽ പിന്നെ നമ്മുടെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. പ്രത്യേകിച്ച് ഫ്രൈ ചെയ്യുമ്പോഴൊന്നും യൂസ് ചെയ്യാതിരിക്കുക ഒലിവ് ഓയിൽ. ഒരുപാട് ചൂടാവുന്നത് നല്ലതല്ല. അപ്പോൾ ഇതുപോലെ നമ്മൾ ഒരു റെസിപ്പി ഉണ്ടാക്കുമ്പോഴൊക്കെ ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതാട്ടോ. അപ്പോൾ ഇതൊന്ന് തിളച്ച് വരുമ്പോൾ ശ്രദ്ധിക്കുക, കാരണം ഇത് മേലേക്ക് തെറിക്കും. അപ്പോൾ ഇതൊരു നല്ല ആഴമുള്ള ചെമ്പിൽ വെക്കുന്ന ശരിക്കും നല്ലത്. പക്ഷെ ഞാനിപ്പോൾ എൻ്റെ അടുത്ത് ഈ ഒരു പാത്രം എടുത്തുകൊണ്ട് അങ്ങനെ ചെയ്തതേ ഉള്ളൂ. പിന്നെ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ ഈ ഗോതമ്പിൻ്റെ അളവ് വേണമെങ്കിൽ കുറച്ചോളാം കേട്ടോ. ഞാനിപ്പോൾ ഇതൊരു വലിയ പാത്രമാണ്. അപ്പോൾ ഇതിൽ നിറച്ചുണ്ടായിരുന്നു ഞാൻ 4 കപ്പ് ഉണ്ടാക്കിയപ്പോൾ. അപ്പോൾ ഞാൻ കൂടുതൽ ആളുകളുള്ളതുകൊണ്ടാണ് അങ്ങനെ ഉണ്ടാക്കിയത്. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ ഇതിൻ്റെ അളവ് കുറച്ചോളാം കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. അപ്പോഴേക്കും ഞാൻ നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ടൊന്ന് പിച്ചി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനിയും ഇത് കുറച്ച് നേരം ഒരു 10 മിനിറ്റ് വരെ നമുക്ക് ചെറിയ തീയിലിട്ട് ഇതുപോലെ ഒന്ന് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ഈ ഗോതമ്പൊക്കെ നന്നായിട്ട് തന്നെ നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ടാവും. അല്ലെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ പകുതി എടുത്തിട്ട് മിക്സിയിലൊന്ന് അടിച്ച ശേഷം ഇതിലോട്ട് ഒഴിച്ച് മിക്സ് ചെയ്താൽ മതി. പക്ഷേ എനിക്ക് അങ്ങനെ അരച്ചെടുത്തത് ഇഷ്ടമല്ല. കാരണം അരച്ചെടുക്കുമ്പോൾ ഒരു പേസ്റ്റ് പോലെ ഇരിക്കും. അതാണ് ഇതിൻ്റെ ശരിക്കും പെർഫെക്റ്റ് ആയിട്ടുള്ള രീതി. പക്ഷേ എനിക്ക് അങ്ങനെ കഴിക്കാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാനിതൊന്നും അരച്ചെടുക്കുന്നില്ല. ഇതുപോലെ തന്നെ ഒന്ന് വേവിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് ചെറിയ തീയിലിട്ട് നമുക്കൊരു 10 മിനിറ്റ് കൂടെ കുക്ക് ചെയ്തെടുക്കാം. ഒരു 10 മിനിറ്റിന് ശേഷം ഇത് നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ജെറീഷ് പെർഫെക്റ്റായിട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റും ഉണ്ട്, അതുപോലെ തന്നെ നല്ലൊരു സ്മെല്ലും ഉണ്ട്. അപ്പോൾ നിങ്ങളും തീർച്ചയായിട്ടും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക. കാരണം നല്ല ഹെൽത്തിയാണ്. അതുപോലെ തന്നെ നമുക്ക് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. പിന്നെ ഇതൊരു ഹെവി മീൽ എന്ന് തന്നെ പറയാം കേട്ടോ. കാരണം നമുക്ക് ചപ്പാത്തിയോ ചോറോ ഒക്കെ കഴിക്കുന്നതിന് പകരമായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഇത് റെഡിയായി കഴിഞ്ഞ ശേഷം ഞാൻ ഇതിൻ്റെ മേലേക്ക് കുറച്ച് സവാള ഫ്രൈ ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അല്ലെങ്കിൽ നമുക്ക് സാധാരണ ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തതും അതിൻ്റെ കൂടെ കുറച്ച് ലെമൺ ജ്യൂസ് ഒഴിക്കുക. അല്ലെങ്കിൽ ബ്ലാക്ക് ലെമൺ പൊടിച്ചതും പിന്നെ കുറച്ച് സെല്ലറി ലീവ്സ് ഉണ്ടല്ലോ അതും കൂടെ മിക്സ് ചെയ്ത്, അല്ലെങ്കിൽ കൊറിയാണ്ടർ ലീവ്സ് മല്ലിയില അരിഞ്ഞിട്ട് അതും കൂടെ മേലെ വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക കേട്ടോ. ഞാൻ അതിൻ്റെ മുൻപ് ഉണ്ടാക്കിയ ഫോട്ടോസും കൂടി ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാം. അപ്പോൾ അങ്ങനെ ആണെങ്കിൽ അങ്ങനെ ഉപയോഗിക്കുക, നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ, നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും പറയാൻ മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. ഇവരേക്കും ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ് ജസ്നാസ് കിച്ചൺ.